ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ അനന്തമായ ഈ മരുഭൂമികൾക്ക് മീതെ കാലം ഒട്ടേറെ കൊടുങ്കാറ്റുകളെ അഴിച്ചുവിട്ടിട്ടുണ്ട്. അവയൊന്നും കേവലം മണൽക്കാറ്റുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് കാലത്തിൻ്റെ ഗതിമാറ്റങ്ങളെ അടയാളപ്പെടുത്തിയ ചരിത്രത്തിൻ്റെ കാൽപ്പാടുകളായിരുന്നു. ചുട്ടുപൊള്ളുന്ന പകലുകളും മരവിക്കുന്ന രാവുകളും പിന്നിട്ട് കടലിൽ മുത്തുച്ചിപ്പികൾ തേടിയലഞ്ഞ പഴയ പായ്ക്കപ്പലുകളുടെ ഓർമ്മയിൽ ഉറങ്ങിക്കിടന്ന ഒരു പഴയ അറേബ്യ ഉണ്ടായിരുന്നു. പിന്നീട് അറേബ്യൻ ഉപഭൂഖണ്ഡം മുത്തിൻ്റെ തിളക്കത്തിൽ നിന്നും കറുത്ത പൊന്നിൻ്റെ എണ്ണയുടെ ഗന്ധത്തിലേക്ക് ഉയർത്തെണീറ്റ 90കളുടെ തുടക്കം. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉറ്റുനോക്കിയ കാലം. എന്നാൽ എണ്ണവിലയിലെ ചെറിയ ചാഞ്ചാട്ടങ്ങളിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഒരു പായ്ക്കപ്പൽ പോലെ ആടിയുലഞ്ഞ അനിശ്ചിതത്വത്തിൻ്റെ സമയം കൂടിയായിരുന്നു അത്. നാളെക്കുറിച്ചുള്ള ഭയവും വികസന മോഹങ്ങളും ഒരേപോലെ ആശങ്കകൾ തീർത്ത നാളുകൾ. ഇതിനെല്ലാം നടുവിൽ പട്ടിണിയും പരിവട്ടവും മാറ്റാൻ ജീവിതത്തിലൊരു ഭാഗ്യപരീക്ഷണത്തിനായി ജീവൻ പണയം വെച്ച് കടൽ താണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ പ്രതീക്ഷകളോടെ ആ അറബി മണ്ണിലേക്ക് ഒഴുകിയെത്തിയ കാലം കൂടിയായിരുന്നു അത്. അതിരുകളില്ലാത്ത മണലാരണ്യങ്ങൾക്കും പേർഷ്യൻ ഉൾക്കടലിൻ്റെ നീല തിരമാലകൾക്കുമിടയിൽ ഖത്തർ നിശബ്ദമായി കാത്തിരിക്കുകയായിരുന്നു, തങ്ങളുടെ നാടിൻ്റെ തലവര മാറ്റിയെഴുതാൻ പോകുന്ന ഒരു നായകൻ്റെ വരവിനായി. ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന് മരുഭൂമിയിൽ വികസനത്തിൻ്റെ വിസ്മയങ്ങൾ തീർക്കാൻ പോകുന്ന ഒരു മഹാശില്പിക്കായി. ഒടുവിൽ 1995 ഖത്തറിൻ്റെ മണൽക്കാറ്റുകളെ വകഞ്ഞുമാറ്റി ഒരു നായകൻ കടന്നു വന്നു. ഒരു രാജ്യത്തിൻ്റെ തലവര മാത്രമല്ല, ലോകഭൂപടത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സ്ഥാനം തന്നെ മാറ്റിയെഴുതാൻ പിറവിയെടുത്ത ദീർഘദർശിയായ ഒരു ഭരണാധികാരി, അമീർ ഷെയ്ഖ് ഹമാദ് ബിൻ ഖലീഫ അൽ താനി. അധികാരത്തിൻ്റെ ചെങ്കോലേന്തിയ നിമിഷം ആ ദീർഘദർശിയുടെ കണ്ണുകൾ ഉടക്കിയത് വരണ്ട മണലാരണ്യങ്ങളായിരുന്നില്ല, മറിച്ച് ഉൾക്കടലിൻ്റെ അഗാധതയിലായിരുന്നു. നോർത്ത് ഫീൽഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം അവിടെ ഉറങ്ങിക്കിടക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അസാധ്യമെന്ന് ലോകം പരിഹസിച്ചപ്പോൾ ശതകോടികളുടെ നിക്ഷേപവുമായി അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രം വഴിമാറുകയായിരുന്നു. ഖത്തർ ലോകത്തെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായി മാറി. പിന്നീട് അങ്ങോട്ട് വെറും ഒരു രാജ്യമായിരുന്നില്ല ഖത്തർ, ഒരു ആഗോള സാമ്രാജ്യമായി അത് പടർന്നു പന്തലിച്ചു. അറബ് ലോകത്തിൻ്റെ വിങ്ങലുകളും കാഴ്ചപ്പാടുകളും ലോകത്തോട് വിളിച്ചു പറയാൻ 1996 അൽ ജസീറ എന്ന മാധ്യമ വിസ്മയത്തിന് ഷെയ്ഖ് ഹമാദ് ജീവൻ നൽകി. പിന്നാലെ ഭൂമിയുടെ അതിരുകൾ ഭേദിച്ച് ആകാശങ്ങളെ കീഴടക്കാൻ ഖത്തർ എയർവേസ് ചിറക് വിരിച്ചു. ലണ്ടനിലെ ഹരോൾഡ് മുതൽ ലോകത്തെ വമ്പൻ കോർപ്പറേറ്റ് ശൃംഖലകൾ വരെ ആ കൊച്ചു രാജ്യത്തിൻ്റെ നിക്ഷേപങ്ങൾ വേരുറപ്പിച്ചു. ലോക നേതാക്കൾ അത്ഭുതത്തോടെയും അതിലേറെ ആദരവോടെയും ആ ഭരണാധികാരിയെ നോക്കിക്കണ്ടു. വ്യാവസായികവൽക്കരണത്തിനും ബാങ്ക് ബാലൻസുകൾക്കും അപ്പുറം ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ വിദ്യാഭ്യാസവും സംസ്കാരവുമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മരുഭൂമിയിൽ അറിവിൻ്റെ നറുനിലാവാകാൻ ഖത്തർ ഫൗണ്ടേഷനും എഡ്യൂക്കേഷൻ സിറ്റിയും ഷെയ്ഖ് ഹമാദ് പടുത്തുയർത്തി. കാലപ്പഴക്കം ചെന്ന നിയമങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് 2004 ഖത്തറിന് പുതിയൊരു ഭരണഘടന അദ്ദേഹം സമ്മാനിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് അറബ് ലോകത്ത് വലിയൊരു നവോത്ഥാനത്തിന് അദ്ദേഹം തിരികൊളുത്തി. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2022 ഫിഫ ലോകകപ്പ്. അറേബ്യൻ മണ്ണിലേക്ക് കാൽപന്ത് കളിയുടെ ലോകമാമാങ്കം കടന്നു വരുമെന്ന് ആരും സ്വപ്നം കണ്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ അചഞ്ചലമായ ഇച്ഛാശക്തി കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കി. ലോകം മുഴുവൻ ഖത്തറിലേക്ക് ഒഴുകിയെത്തിയ ആ രാവുകളിൽ വർണ്ണ വെളിച്ചങ്ങൾക്കും നിറഞ്ഞ കയ്യടികൾക്കുമിടയിൽ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം തലയുയർത്തി നിന്നു. ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ രക്തം പുരണ്ട ചരിത്രത്താളുകളിൽ അധികാരമാറ്റങ്ങൾ പലപ്പോഴും നടന്നിട്ടുള്ളത് മരണത്തിലൂടെയോ അട്ടിമറിയിലൂടെയോ ആയിരുന്നു. എന്നാൽ 2013 ജൂൺ 25 ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് ഹമാദ് ആ പ്രഖ്യാപനം നടത്തി. അധികാരത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ തൻ്റെ 33 വയസ്സുള്ള മകനായ ഷെയ്ഖ് തമീമിന് ഭരണചക്രം കൈമാറിക്കൊണ്ട് അദ്ദേഹം സ്വമേധയാ പടിയിറങ്ങി. ആ വലിയ ഭരണാധികാരിയുടെ നടപടികൾ ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല, അത് അറബിക്കടലിന് ഇക്കരെയുള്ള കേരളത്തിൻ്റെ കൂടി ജീവസ്പന്ദനമായിരുന്നു. ദോഹയുടെ ആകാശങ്ങളെ തൊട്ടു നിൽക്കുന്ന ഓരോ അമ്പരചുംബികൾക്ക് പിന്നിലും നമ്മുടെ പ്രവാസികളുടെ ചോരയും നീരുമുണ്ട്. എന്നാൽ ആ വിയർപ്പ് കണങ്ങൾക്ക് വിലയിടാൻ ഷെയ്ഖ് ഹമാദ് നിന്നില്ല, മറിച്ച് സ്വന്തം പൗരന്മാരെ പോലെ അവരെയും അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തൊഴിൽ തേടിയെത്തിയവരെ വെറും ജോലിക്കാരായല്ല, സ്വന്തം മണ്ണിൽ പൊന്നു വിളയിക്കാൻ പ്രാപ്തിയുള്ള സംരംഭകരായി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. എത്രയോ മലയാളികളുടെ വറ്റിവരേണ്ട സ്വപ്നങ്ങളാണ് ആ ഭരണാധികാരിയുടെ സ്നേഹത്തണലിൽ പൂത്ത് തളിർത്തത്. ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ നെരിപ്പോടുകൾ എരിയുന്നത് ഖത്തർ എന്ന ആ മഹാരാജ്യം നൽകിയ കരുത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹനിധിയായ ഭരണാധികാരിയുടെ വിയോഗം കേവലം ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല, ഓരോ പ്രവാസി മലയാളിയുടെയും ഹൃദയത്തിലെ തീരാ നൊമ്പരമാണ്. ഇന്ന് ആ വലിയ മനുഷ്യൻ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. മണലാരണ്യത്തിലെ ആ കൊച്ചു നാടിനെ ലോകമാദരിക്കുന്ന ആഗോള ശക്തിയാക്കി മാറ്റിയ ആ മഹാശില്പി ഇന്ന് ഓർമ്മയുടെ താളുകളിൽ മാത്രം. പക്ഷേ ദോഹയിൽ മണൽക്കാറ്റ് വീശിയടിക്കുന്നിടത്തോളം കാലം, ആ നാടിൻ്റെ സിരയിലൂടെ ഊർജ്ജം ഒഴുകുന്നിടത്തോളം കാലം, ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ഹൃദയങ്ങളിൽ ഖത്തർ എന്ന വികാരം തുടിക്കുന്നിടത്തോളം കാലം ഷെയ്ഖ് ഹമാദ് ബിൻ ഖലീഫ അൽ താനി എന്ന പേര് സുവർണ ലിപികളിൽ തിളങ്ങി നിൽക്കും. ഖത്തറിൻ്റെ പ്രിയപ്പെട്ട പിതാവിന് മംഗളം ടീമിൻ്റെ കണ്ണീർ പ്രണാമം.